എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് കേട്ടോ. ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും നിന്നെ മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. ട്രിവാൻഡ്രം എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളില ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ താങ്ങിയ നാമമേ. ഞാനൊരു വാക്ക് പറയാം. നമ്മളറിയാതെ നമ്മുടെ ലോകത്ത് നമ്മൾ അറിയാത്ത സമയത്ത് നമ്മളെ കുരുക്കാൻ വേണ്ടിയിട്ട് പല ശക്തികളും പതിയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയുന്നില്ല. ആക്ച്വലി ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കുരുക്ക് അവിടെ ക്യാൻസലായി പോകുന്നത്. നമുക്കറിയില്ല പല സമയത്ത് എന്താ നടക്കുന്നത്. ചിലപ്പോൾ ഒരു വണ്ടി നമ്മളൊന്ന് തെന്നി എന്ന് വെച്ചാൽ തെന്നേണ്ടതല്ല, വണ്ടി മറിഞ്ഞ് അടിച്ച് വീഴേണ്ടതാണ്. പക്ഷേ അവിടെ നമ്മളെ കാക്കുന്നൊരു ശക്തിയുണ്ട്, നമ്മളെ അറിയാതെ. നമ്മളിങ്ങനെ വിചാരിക്കുക, എന്തിനാണ് വെറുതെ അമ്മച്ചിമാര് രാവിലെ മുതൽ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പല അപകടങ്ങളും അനർത്ഥങ്ങളും ദുരന്തങ്ങളും മാറിപ്പോകുന്ന സാഹചര്യങ്ങളാണ് പ്രാർത്ഥനയിൽ നടക്കുന്നത്. നമ്മളറിയുന്നില്ല. അങ്ങനെ കുറേ നമ്മളറിയാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ ദാസന്മാർ പ്രാർത്ഥിക്കും. നമുക്കറിയില്ല നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും അസുഖങ്ങൾ മാറിപ്പോകുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ലോ നമ്മുടെ ബോഡി ബയോളജിക്കൽ ബോഡിയിൽ വ്യത്യാസങ്ങൾ വരുന്ന ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ ഡയഗ്നോസിൽ ചിലപ്പോൾ എന്തെങ്കിലും മാരകമായ ഒരു അസുഖം ഉണ്ടായിരിക്കാം. അത് കരിഞ്ഞു പോയിട്ടുണ്ടോ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിലും അവരുടെ പ്രാർത്ഥനയിലും ചിലപ്പോൾ അത് ഇല്ലാതെ പോയിട്ടുണ്ടോ, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ദൈവം നമ്മളെ അറിയിക്കാതെ പല കാര്യങ്ങളും ചെയ്യും. സോ വി നീഡ് ടു ജസ്റ്റ് ഓൺലി പ്രൈസ് ഹിം. ആ ശക്തിയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതാണ് ഈ പാട്ടിൽ കറക്റ്റായി പറയണത്. നമ്മൾ ദൈവത്തിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന് അതാണ് വേണ്ടത്. ബാക്കിയുള്ള പല കാര്യങ്ങളും അതിന് ചുറ്റുപാട് മുഴുവനും കെട്ടഴിഞ്ഞു. അഴിയേണ്ടത് മുഴുവൻ അഴിയും, കെട്ടപ്പെട്ടത് മുഴുവൻ കെട്ടും. അല്ലേ? ഡു യു ബിലീവ് ഇൻ ദാറ്റ്? യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ ഭൂതപ്പേരിയിലെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ ഭൂതപ്പേരിയിലെ നിന്റെ വിശ്വാസ ശോധനയിൽ എന്നെ താങ്ങിയ
രായി വരും. വിശ്വസിക്കുന്നുണ്ടോ? ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും. ആമേൻ. ആയുധം ഫലിക്കയില്ല, നിന്റെ ഉദയവൻ നിന്നവൻ, തന്റെ ദാസൻ നീതിയവൻ, നിന്റെ ഉദയവൻ നിന്നവൻ, നീതിയവൻ. ഒന്നുകൂടി പാടിയല്ലോ. നിനക്കെതിരായി, നിനക്കെതിരായി വരും. മാനിഫെസ്റ്റ് ചെയ്തോ. ആയുധം ഫലിക്കയില്ല. ഏറ്റെടുത്ത ജനങ്ങളെ, നിനക്കെതിരായി വരും. ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവൻ, തന്റെ ദാസനിൽ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തന്റെ ദാസൻ നീതിയവൻ. എണ്ണി സ്തുതിക്കൂ ഒരു നാമം മാത്രമല്ലോ അല്ലേ താങ്ങിയത്? ആരാ? ജീസസ്.